PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നതിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര വിജിലൻസ് വിഭാഗത്തിന് കൂടുതൽ സമയം അനുവദിക്കും. അതേസമയം വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നാണ് PSCയുടെ ആഭ്യന്തര വിജിലൻസ് വിഭാഗത്തിന്റെ ശുപാർശ. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എന്തായാലും PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിയമോപദേശം ക്രൈംബ്രാഞ്ച് തേടിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അരുണിമ, PSC ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിലവിൽ രണ്ട് അന്വേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണവും മറ്റൊന്ന് PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ആഭ്യന്തര വിജിലൻസ് അന്വേഷണമാണ് ആരംഭിച്ചത്. തുടർന്ന് വിവാദങ്ങൾക്കിടയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഈ PSC ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നതിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തലുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മൂല്യനിർണ്ണയം അടക്കം ഉള്ള കാര്യങ്ങളിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കേസെടുക്കുന്നതിൽ നിയമോപദേശം തേടിയിരിക്കുന്നത്. ഇതേസമയം തന്നെ വിശദമായ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വിജിലൻസ് വിഭാഗത്തിന് കൂടുതൽ സമയം നൽകിയിട്ടുമുണ്ട്. ഇന്നലെ നടന്ന നിർണായക യോഗത്തിൽ ഇത്തരത്തിൽ ആഭ്യന്തര വിജിലൻസിന്റെ കണ്ടെത്തലുകളൊക്കെ തന്നെ വിശദീകരിച്ചിരുന്നു. അതിലടക്കം പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്കടക്കം ഈ ക്രമക്കേടിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. പരീക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഈ കേസിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കണ്ടെത്തലുകൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണമെന്ന ആവശ്യവും ഇന്നലെ ആഭ്യന്തര വിജിലൻസ് PSCയുടെ യോഗത്തിൽ അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും പരീക്ഷ മൂല്യനിർണ്ണയത്തിലടക്കം ഇത്തരത്തിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട്. കേസിൽ വിശദമായ തുടരന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ടിൽ അടക്കം പറയുന്നത്. എന്തായാലും പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ ഇത്തരത്തിൽ ക്രമക്കേട് സംഭവിച്ചിരിക്കുന്നത് ഈ 10 ചോദ്യങ്ങൾ, ഈ ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് 10 ചോദ്യങ്ങൾ ഇത്തരത്തിൽ മൂല്യനിർണ്ണയം നടത്താതെയാണ് ഈ റാങ്ക് പട്ടിക പുറത്ത് വിട്ടത്. ഈ 1ാം റാങ്ക് നേടിയ വ്യക്തിക്കടക്കം ഇത്തരത്തിൽ ഈ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെയാണ് മാർക്ക് നൽകിയിരിക്കുന്നത്. ഇത് ഉദ്യോഗാർത്ഥികൾ ചോദ്യം ചെയ്ത് അതിനെ തുടർന്നാണ് ഇത് കേസായി മാറുന്നത്. എന്തായാലും PSCയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ക്രമക്കേടാണ് ഈ അടുത്ത കാലങ്ങളിൽ പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗാർത്ഥികളും കേസ് നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. PSC എന്നാൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് സഹകരിക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ഒരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ഇതേ സമയം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഭ്യന്തര വിജിലൻസ് അടക്കം കണ്ടെത്തിയത് ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട് ഗുരുതര പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ രണ്ട് അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലൊരു നിയമോപദേശം തേടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇതിലടക്കം കണ്ടെത്തിയിരുന്നു പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനും ഇത്തരത്തിൽ കേസെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് ക്രൈംബ്രാഞ്ച് അടക്കം മുന്നോട്ട് പോകുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നതിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഈ ഒരു പരീക്ഷാ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് അടക്കം പങ്കുണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര വിജിലൻസ് വിഭാഗത്തിന് കൂടുതൽ സമയവും അനുവദിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അപർണ കേസാണ്. വാഹനങ്ങളിൽ